സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കബിൾ പീക്കായ മീശപ്പുലിമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പതിവ് പോലെ അതിരാവിലെ തന്നെ എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. എറണാകുളം, പെരുമ്പാവൂർ, നേര്യമംഗലം വഴി മൂന്നാർ. ഇതാണ് നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട്. മൂന്നാറിലെ KFDCയുടെ ഓഫീസിലോട്ടാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മീശപ്പുലിമലയിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഈ പാലം ഓരോ തവണ കയറി ഇറങ്ങുമ്പോൾ ഓരോ ഇതല്ലേ, ചുരുളിയിലെ പാലം പോലെ കയറി അപ്പുറത്ത് വന്നാൽ വേറൊരു ലോകം, അപ്പുറത്ത് വന്നാൽ വേറൊരു ലോകം. മീശപ്പുലിമലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് KFDCയുടെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ട. ഓൺലൈൻ കയറി ബുക്ക് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ അയക്കും. നമ്മൾ ആ കൺഫർമേഷൻ മെയിലും കൊണ്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 മൂന്നാറിലെ KFDCയുടെ ഓഫീസിലോട്ട് വരണം. മൂന്നാറിലെ KFDCയുടെ ഓഫീസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് KFDCയുടെ ഓഫീസ്. ഇവിടെ ഒരു ഫ്ലവർ ഗാർഡനൊക്കെ ഉണ്ട്. KFDCയുടെ ഓഫീസ് ഈ ഫ്ലവർ ഗാർഡൻ്റെ താഴത്താട്ടോ. ഫ്ലവർ ഗാർഡൻ കാണാൻ വരുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. കൺഫർമേഷൻ മെയിൽ KFDCയുടെ ഓഫീസിൽ കാണിച്ചപ്പോൾ അവർ നമുക്ക് പോകാനുള്ള വണ്ടിയുടെയും പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ജീപ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മള് മീശപ്പുലിമലയ്ക്ക് പോകുന്ന വഴിക്ക് ഷൂട്ടിംഗ് പോയിന്റ് ആണ്. ഇഷ്ടംപോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ. ഇടിവിട്ട സ്ഥലം അല്ലേ, നല്ലൊരു ഫോറിൻ ടച്ച് ഉള്ള സ്ഥലമാണ്. മഞ്ഞും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ എവിടെയായാലും ഭംഗിയുള്ള സ്ഥലത്തൂടെ KCB ലൈൻ വലിച്ച് സെറ്റാകുന്ന ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ ഇവിടെ അത് തന്നെ നമുക്ക് ശരിയാ അല്ല KCB ലൈൻ നല്ലപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഷൂട്ടിംഗ് പോയിന്റ് ഇവിടെ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട്. ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചായയും ചെറിയ തോതിലുള്ള സ്നാക്സ് ഒക്കെ കിട്ടും. മിക്കവരും മീശപ്പുലിമല പോകുമ്പോൾ ഇവിടെ അടുത്ത് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോവാറ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീശപ്പുലിമല ബേസ് ക്യാമ്പിലാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ കിട്ടും. ആ കൺഫർമേഷൻ ഇമെയിൽ നമ്മൾ മൂന്നാറിലെ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കണം. അവിടുന്ന് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പാസ് തരും. നമുക്കും നമ്മളെ അക്കമ്പനി ചെയ്യുന്ന ഡ്രൈവർക്കും ഒരു പാസ് തരും. അപ്പോൾ ആ പാസ് എടുത്തിട്ട് നമ്മൾ ബേസ് ക്യാമ്പിൽ വരണം. ബേസ് ക്യാമ്പിൽ വന്നിട്ട് ആ പാസ് കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് വേറൊരു പാസ് തരും. അതായത് നമ്മളിപ്പോൾ റോഡോ മാൻഷനിൽ പോകുന്നതുകൊണ്ട് റോഡോ മാൻഷനിലേക്കുള്ള വേറൊരു പാസ് തരും. ആ പാസ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് റോഡോ മാൻഷനിലോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ആക്ച്വലി ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ റോഡോ മാൻഷനിലോട്ട്. നമ്മൾ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ടെൻറ്റ് സ്റ്റേ എന്നൊക്കെ കാണാം മീശപ്പുലിമലയിൽ. അത് ഇവിടെയാണ് വരുന്നത്. ബേസ് ക്യാമ്പിലാണ് ടെൻറ്റ് സ്റ്റേ വരുന്നത്. റോഡോ മാൻഷനാണ് ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം. അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ നോക്കേണ്ടത് വെച്ചാൽ, ഈ റോഡോ മാൻഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 അടി ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് ഈ ബേസ് ക്യാമ്പ് പറഞ്ഞാൽ ഏകദേശം 6000 അടി ഉയരത്തിലാണ്. അപ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഈ റോഡോ മാൻഷനിൽ എന്താവും അറിയില്ല. ബേസ് ക്യാമ്പിൽ നമ്മൾ പാസ് വാങ്ങി ഇനി നമ്മളെന്താണെന്ന് വെച്ചാൽ ഈജിപ്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈജിപ്തിൽ നമ്മൾ ഇവിടുന്ന് 5 കിലോമീറ്റർ റോഡോ മാൻഷനിലോട്ടുണ്ട്. ഇവിടെ കണ്ടു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെറിയ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ബേസ് ക്യാമ്പിൽ നിന്നാണ്. അവിടെ നിന്ന് എന്നുവെച്ചാൽ വള്ളി പൊക്കും, വലിച്ചെടുത്താണ്ടോ ഈ വള്ളി ബേസ് ക്യാമ്പിൽ നിന്ന് പൊക്കുമ്പോഴാണ് ഈ ചെക്ക് പോസ്റ്റ് പൊങ്ങുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ ഈ വഴിയിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ റോഡോ മാൻഷനിലെത്തും. തണുപ്പ് എന്ന് പറഞ്ഞാൽ താഴത്ത് നമ്മൾ അവര് തണുപ്പുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച തണുപ്പുണ്ടെന്ന് അവര് പറഞ്ഞനുസരിച്ച് സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്, കമ്പിളിയും ഉണ്ട് റോഡോ മാൻഷനിൽ. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു 12 മണി വരെ പിടിച്ചിരിക്കാനുള്ള ക്യാമ്പ് ഫയർ ഉണ്ട്. സ്ലീപ്പിംഗ് ബാഗ് കയറുക, കിടന്നുറങ്ങാൻ. ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല, എന്നാലും പല്ലിടിക്കാൻ തുടങ്ങി അല്ലേ. പല്ല് കൂട്ടിയിടിക്കുന്ന തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. കാറ്റ് വരുമ്പോൾ അതിന്റെ പ്രശ്നം. ബേസ് ക്യാമ്പിൽ നമ്മൾ റോഡോ മാൻഷനിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആയതേ. അത്യാവശ്യം നല്ല വ്യൂ പോയിന്റാ. പക്ഷെ ജസ്റ്റ് റോഡോ മാൻഷന് തൊട്ടടുത്ത് വരെ എത്താറായി. ആ മേളിൽ കാണുന്ന സ്ഥലം കണ്ടോ, ആ മേളിൽ കാണുന്ന അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് അവിടെയാണ് റോഡോ മാൻഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ
വേർഡ്സ് ഒന്നും ചെറുങ്ങനെ ക്ലിയർ ആവുന്നുണ്ടാവില്ല. സെറ്റപ്പായിട്ടുണ്ട്. വല്ലടിക്കുന്ന മരം കോച്ചിന്റെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലടിക്കുന്ന സെറ്റപ്പ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് മാത്രമല്ല കാറ്റും ഉണ്ട്. ഈ വ്യൂ പോയിന്റ് ആണ് ഇല അനങ്ങുന്നില്ല എന്ന് കുട്ടികൾക്കണ്ട, നല്ല കാറ്റുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് റോഡോ മാൻഷൻ. അതായത് മീശപ്പുലിമലയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് സ്ഥലം. സ്കൈ കോട്ടേജ് എന്ന് പറയുന്നത് ബേസ് ക്യാമ്പിൻ്റെ അടുത്താണ്. റോഡോ മാൻഷന് മുമ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, കണ്ടോ, യു ആർ ഹിയർ 8000 feet MSL. റോഡോ മാൻഷനിൽ 2 3 ഒക്യുപ്പൻസി റൂംസാണ് ഉള്ളത്. നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇതാണ്. ഇതിൻ്റെ ഒരു ഇൻഡോർ ഇത് കാണിച്ചാൽ ഇപ്പോൾ ഏകദേശം വൈകിട്ടായി. ഇതാണ് റൂം, 3 ഒക്യുപ്പൻസിക്കുള്ള. അത്യാവശ്യം നീറ്റൊക്കെ തന്നെയാണ് കേട്ടോ. റൂം കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പുതയ്ക്കാനുള്ള കമ്പിളി അവിടെയുണ്ട്. റൂമിനകത്ത് വലിയ തണുപ്പില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. കബോർഡിനകത്ത് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. ഈ തണുപ്പത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ഈ കബോർഡിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുളിക്കാൻ ടവലൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഇതിലേക്കാണ് വരുന്നത് വെച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ടവൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം. ബാത്റൂം കൊള്ളാം കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ്. നീറ്റുമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൂടുകളുണ്ട്. സോളാർ വാട്ടർ ഹീറ്ററാണ്. മഴക്കാലത്ത് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുമോ അറിയില്ല. സോളാർ വാട്ടർ ഹീറ്ററാണ് എന്തായാലും. ഇതാണ് റോഡോ മാൻഷൻ്റെ കഫറ്റീരിയ. വൈകിട്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ കട്ടൻ ചായയും ബിസ്ക്കറ്റും കിട്ടും. രാവിലെ ഇതിൻ്റെ ഒരു ക്ലിയർ വീഡിയോ എടുക്കാൻ ശ്രമിക്കാവേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഫറ്റീരിയ നേരെ ഫ്രണ്ട് ഇതുണ്ടോ, ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് കണ്ടോ. ഈ ക്യാമ്പ് ഫയറാണ് ഇവിടുത്തെ തണുപ്പിലെ ഏക ആശ്വാസം. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത്. ഇപ്പം എത്ര തണുപ്പുണ്ടെന്ന് പറയണ്ടേ. ചൂട് ചോറ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ചുടു ചോറ് എന്തുകൊണ്ടാ? പോക്ക പറക്കുന്ന ചോറ്. രാവിലെ 5:45 ചായ റെഡിയാവെന്ന് പറഞ്ഞതാണ്. ഇപ്പം ചായ കുടിക്കാൻ പോകുന്ന പരിപാടിയാണ്. അങ്ങനെ രാവിലെ നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കൂടിയുള്ള ഗ്രൂപ്പ്, അതായത് 16 പേരുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. 18 പേർക്ക് വരെ ഈ മേളിൽ റോഡോ മാൻഷനിൽ താമസിക്കാം. നമ്മളെല്ലാവരും ഇങ്ങനെ കയറുവാണ്. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇപ്പം തന്നെ ശ്വാസമൊക്കെ എടുക്കുന്ന അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ അവിടെയാണ് നമ്മൾ താമസിച്ചത്. മഞ്ഞുണ്ടോ? ഇപ്പോൾ ഏകദേശം സമയം രാവിലെ 6:30 ജീപ്പുകളൊക്കെ വരുന്നുണ്ട്. അതായത് താഴത്ത് സ്കൈ കോട്ടേജിലും നമ്മൾ ടെൻസിലൊക്കെ താമസിച്ചവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ റോഡോ മാൻഷനിൽ തന്നെ താമസിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇറങ്ങും. ഇപ്പം നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഒരു 8050 അടി ആ റേഞ്ചേ ആയിട്ടുള്ളൂ. ഇനി തുടങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ. 8600 യാത്രയാ. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ 16 പേരും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ വന്ന 16 പേരാണോ നിൽക്കുന്നത്? ആ മഞ്ഞ ടീഷർട്ട് നമ്മുടെ കൂടെ ഉള്ളവരല്ലേ? അതെ അതെ. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എന്റെ കൂടെ ഉള്ള 49 സമയവർക്ക് കിട്ടി നമ്മുടെ ആളെ കിട്ടി. ആ പുള്ളി ആ മഞ്ഞ ടീഷർട്ട് ഇട്ടുകൊണ്ട് എന്തായാലും കേട്ടോ. എത്രയും ദൂരം ഒന്നും കാണാൻ പറ്റും. ഇതിന് വേനൽക്കാലത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതേ കാലാവസ്ഥ ആയിരിക്കില്ല. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല. ഇതാണ് ലൈക്കൻ എന്ന് പറയുന്ന ഫോം. അതായത് 100% ഓക്സിജൻ, ശുദ്ധമായ ഓക്സിജനിലടുത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. മഴയൊക്കെ പെയ്തിട്ടുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. വരുവാണെങ്കിൽ നല്ല ഷൂ, നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വരണം കേട്ടോ. ചെരുപ്പൊന്നും ഇട്ടിട്ട് വരാതിരിക്കാനല്ല. നമ്മൾ ഗൈഡൊക്കെ ചെരുപ്പിട്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് മഴ പെയ്തുകൊണ്ട് അത്യാവശ്യത്തിൽ നല്ല സ്ലിപ്പറിയാണ്. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഈ വഴി ഇറങ്ങുമ്പോൾ ഇതുവരെ കോടയായതുകൊണ്ട് ഒന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കാണുന്നത്, മനസ്സിലായി. ആ സ്റ്റെപ്പ് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വെള്ളമല്ലേ വിമല? അത് ഷൂ അല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്? യെസ്.
ആ കുപ്പി എടുത്തിട്ടേ ആ ഒരു കുപ്പി വെള്ളം എടുത്തോ. തണുപ്പുണ്ടോന്ന് ആയിക്കോട്ടെ. നല്ല തണുപ്പുണ്ട്. മിനറൽ വാട്ടറിനെക്കാളും ഒക്കെ നല്ല വെള്ളം കേട്ടോ. അട്ട ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ സമയം 8 മണിയായി. ദോ കിടക്കുന്ന സൂര്യൻ. രാവിലെ മഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങി. നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴാണ് മലയൊക്കെ കണ്ടു കൊടുക്കുന്നത്. അവിടെ ബാക്കി കണ്ടോ വലിയ വലിയ പീക്സ് ഉണ്ട്. ഇതുണ്ടോ അതൊരു ഹാർട്ട് ഷേപ്പിലുള്ള പോണ്ടാട്ടോ. മീശപ്പുലി മലയ്ക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ മഞ്ഞ് കണ്ട് ഇങ്ങനെ കവറാവുകയാണ്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. കണ്ടോ നമ്മളെ റോഡോ വാലിയും റോഡോ മാൻഷനും പേര് വരാൻ കാരണം ഈ ഫ്ലവറാട്ടോ. റോഡോ ആൻഡ്രോൺ എന്നുള്ള പേര് ഈ ഫ്ലവറിൽ നിന്നാണ് നമുക്ക് റോഡോ മാൻഷൻ എന്നുള്ള പേര് വന്നത്. റോഡോ വാലി. ആ റോഡോ വാലി എന്നുള്ള പേര് വന്നത്. ഇത് നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ ആണോ? ആ അതെ. നമ്മുടെ കുറച്ച് സ്റ്റേറ്റിന്റെ ഉണ്ട്. അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേറ്റിലാണ് ഇത് ഉണ്ടാകുന്നത് അല്ലേ സ്ഥലത്ത്. ഉത്തരാഖണ്ഡിന്റെ അങ്ങനെ ഏതോ സ്റ്റേറ്റിന്റെ നാഷണൽ ഫ്ലവർ ആണ് ഇത്. പക്ഷേ ഇതിന്റെ ഒരു ചെടിയാ. ഇത് വലിയ മരമാകും. ആ ഇത് മരോ. സൺറൈസ് പോയിന്റ് നിന്ന് സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും ഇതുകൊണ്ട് മീശപ്പുലി പോലെ പോകുന്ന വഴിക്ക് സൺറൈസ് കണ്ടോ. റോഡോഡെൻഡ്രോണും സൺറൈസും ഹാർട്ട് ഷേപ്പിലേക്കും ഒരു ഫ്രെയിമിൽ. അതൊക്കെ വലിയ കൊക്കയാട്ടോ. നമ്മൾ നടക്കുന്നുണ്ട്. വാ ഇങ്ങനെ നടന്നു വരിക. ഇവിടുന്നാണ് സൺറൈസ് അയക്കുന്നത്. എന്തായാലും ഇതിന്റെ ആകെയുള്ള ഒരു ഗുണം എന്നാന്നറിയോ? ഒറ്റ കയറ്റമല്ല, കയറി ഇറങ്ങി ഏത് വലിയ പ്രശ്നമില്ലെങ്കിൽ കയറാൻ പറ്റും. ആദ്യം നമ്മൾ ആവേശം കാണിക്കായിരുന്നു. കുത്തനെയുള്ള ഒരു ഹൈക്കല്ല. ഫസ്റ്റ് ആ സൺറൈസ് പോയിന്റ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചാടി സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞ് പോവാതിരുന്നാൽ മതി. കാരണം 7 മല കയറി ഇറങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. അതെ. തേയിലത്തോട്ടങ്ങളൊക്കെ സാധാരണ മലമേഖലയിലാണെന്നല്ലേ പറയുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും തേയിലത്തോട്ടമൊക്കെ വളരെ താഴത്താണ്. ഉണ്ടോ ആ താഴെ കാണുന്നത് തേയിലത്തോട്ടമാണ്. നമ്മൾ എത്ര പൊക്കത്തിലുള്ള നോക്കിയാൽ ഇതാ അങ്ങ് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കാണാൻ പറ്റുമോ? മീശപ്പുലിയുടെ മേലെ കയറുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കും കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കിടക്കുന്നത്. ചിലപ്പോൾ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അത് കാണണമെന്നില്ല. കണ്ടോ മേഘങ്ങളൊക്കെ നമ്മുടെ താഴത്ത് നിൽക്കുന്നൊരു ഫീലാട്ടോ. മീശപ്പുലി മലയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാനൊരു അവസരം കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ട് വരണം. വരാതിരിക്കരുത്. നല്ല സ്ഥലമാണ്. മറ്റേ ഭയങ്കരമായ ട്രക്കിംഗ് ഉണ്ട് ഒന്നും വിചാരിച്ച് വരാതിരിക്കരുത്. അത്യാവശ്യം നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. ഒരു പ്രശ്നമില്ലാതെ വരാം. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയാണ്. നമ്മളിത് ആ മലകളൊക്കെ കയറിയിട്ടാണ് വന്നിട്ടോ. 7ാമത്താണ് മീശപ്പുലി മല. നമ്മൾ റോഡോ മാൻഷനിൽ നിന്ന് കയറുമ്പോൾ 7 മലകൾ കഴിഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ് മീശപ്പുലി മല. ഇതുണ്ട്. ഇതൊക്കെ ചെറിയ മലകൾ. ഇത് കയറി അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അങ്ങ് അവിടെ കണ്ടോ ആൾക്കാരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. കണ്ടോ ഇങ്ങനെ കയറി വരുവാണ്. നമ്മുടെ ഒപ്പം പോകുന്നവർ തന്നെയാണ് ശരിക്കും എല്ലാവരും. അതെ നമ്മുടെ ഒപ്പം വന്നവരാ. കണ്ടോ ഈ വഴിയിലൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം. അത് അത്ര ഇതാന്ന് നോക്കിയോ. ഇത്രയും ദൂരത്താത്. അവരിനി കയറി വരണം ഇവിടെ വരെ. പക്ഷെ ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിലുള്ളവർ പോയി എന്ന് പറഞ്ഞ് ഓടോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു 5 മിനിറ്റ് തിരക്ക് പിടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം കിട്ടാതാവും. അപ്പൊ അതൊക്കെ ഒരേ പേസിൽ നടക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ആദ്യം ചെല്ലുന്നവർ ജയിക്കുന്ന ഗെയിം അല്ല ഇത്. അതെ എപ്പോ ചെന്നാലും നമ്മൾ ജയിച്ചാ. താഴെ നോക്കി മുഴുവൻ മറ്റേ സാധനമാണ് റോഡോഡെൻഡ്രോൺ. ഇവിടുത്തെ പൈൻ മരങ്ങളൊക്കെ കണ്ടോ. ഇതൊരു പ്രത്യേകത. ഇത് ഇത്രേ വളരുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. ഈ കാലാവസ്ഥയുടെ ഇത് വെച്ചിട്ടേ ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് വീണിട്ട് ടൈറ്റ് വെയിലടിക്കുമ്പോ ഉണങ്ങിപ്പോ. പിന്നെ വീണ്ടും ഇങ്ങനെ വരും, ഉണങ്ങിപ്പോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ പോലെ ആരോ വെട്ടി നിർത്തിയേക്കുന്ന പോലത്തെ ഷേപ്പിലാണ് നിൽക്കുന്നത്. ക്രിസ്മസ് ട്രീ അല്ലേ? അതെ. ഒന്നും ചെയ്യണ്ട. കറക്റ്റ് ഇങ്ങനെ ചുമ്മാ കൊണ്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ ഇതിലൂടെ മുഴുവൻ നമുക്ക് നീലക്കുറിഞ്ഞിയുടെ ഇത് കാണാം. എനിക്ക് തോന്നുന്നത് ഇതിനെപ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെന്നാ പറഞ്ഞേ? 2026 ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? 26 പക്ഷെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ചെറിയ നീലക്കുറിഞ്ഞികളൊക്കെ ഇങ്ങനെ പൂത്തത് കാണാൻ പറ്റും. അതിപ്പോ എവിടെയാലും തലതെറിച്ചവന്മാര് കാണിയല്ലേ. ഇന്ന് നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ നമ്മൾ എത്ര ടെറൈൻ കണ്ടു അല്ലേ. ടെറൈനിൽ എത്ര ക്ലൈമറ്റ് കണ്ടു. വെയില്, മഞ്ഞ്, മഴ എല്ലാം ഉണ്ട്. ടെറൈനും കണ്ടു. ചതുപ്പല്ല. ചതുപ്പും കണ്ടു. ശരിയാ. ഇപ്പൊ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട മലകളൊന്നും അവിടെ ഇല്ല. ആക്ച്വലി അവിടെയൊക്കെ മലകളാ, ഒന്നും കാണാനില്ല. മഞ്ഞ് നമ്മളെ മുമ്പിൽ ഇപ്പൊ ആൾക്കാരുണ്ട്. അവിടെ ആളുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അത്രയും മഞ്ഞ്. അങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് എത്താറായിട്ടോ എന്ന് പ്രതീക്ഷ. ഇതായിരിക്കണം മീശപ്പുലിമല ടോപ്പ്. ആൾക്കാരൊക്കെ കണ്ടോ വരുന്നുണ്ട്. ഈ മലയിൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസേ നടക്കുള്ളൂ. ആവേശം കാണിച്ചിട്ട് ആദ്യം എത്താൻ ചെന്ന് കഴിഞ്ഞാൽ വഴി കിടക്കേണ്ടി വരും. മീശപ്പുലിമലയ്ക്കല്ലേ പുലി കയറുന്ന പോലെ കയറിക്കോ.
അവസാന കയറ്റം ഭീമറ്റ് വലിഞ്ഞു കയറുന്ന അവസ്ഥയാണ് കാണുന്നത്. 6 മല എന്തോ കയറി, 7ാമത്തെ ആയിരിക്കും. ഞാൻ അത്രേ കാണുള്ളൂ. വാ, മലയുടെ കയറ്റല്ല, ഈ വഴുക്കലാണ് പറ്റാത്തത്. ഭയങ്കര വഴുക്കലാണ് മഴ പെയ്തുകൊണ്ട്. അതുപോലെ എങ്ങനെയുണ്ട്? മീശപ്പുലി വില നല്ലതാ. വില ഹെലികോപ്റ്ററിൽ മഞ്ഞ. അത്രയും പ്രശ്നമാണോ? വെള്ളം കുടിച്ച അതാണ് വെള്ളം കുടിച്ചതും തെന്നുമല്ലേ, കാലിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. തെന്നുന്നതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. കോടയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി ഓൺ ടോപ്പ് ഓഫ് മീശപ്പുലി മല. നല്ല നല്ല ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. കാണണ്ടേ മീശപ്പുലി മലക്ക് ചുറ്റുമുള്ള കാഴ്ച? മീശപ്പുലി മല എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ്. നേരത്തെ ഉള്ളത് ചാനമുടിയായിരുന്നു. അത് നാഷണൽ പാർക്ക് ആയതോടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് ഇപ്പൊ ഇല്ല. ഇതാണ് നമുക്ക് ഏറ്റവും 10 വർഷം മുമ്പ് എന്തോ ആനമുടിയിലോട്ടും ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഇരവികുളം നാഷണൽ പാർക്ക് ആയതോടെ അങ്ങോട്ട് ട്രക്കിംഗ് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ട്രക്ക് ചെയ്ത് വരാൻ പറ്റിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. 8600 അടി മുകളിലാണ് നമ്മൾ നിൽക്കണേ. നമ്മൾ താമസിക്കുന്ന ഏകദേശം 8000 അടിയിലാണ്. ഏകദേശം 640 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു 1.5 മണിക്കൂറും കൊണ്ട് മാന്യമായിട്ട് കയറി വരാം. നമ്മളിപ്പോ ഏകദേശം 1 മണിക്കൂർ എടുത്തുള്ളൂ. എന്നാലും നമ്മൾ ഏകദേശം കുറെ സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെ തന്നെയാ വന്നത്. ശ്വാസം എടുത്ത് ശരിക്കും നമ്മള് ടൈം എടുത്തിട്ടാ വന്നത്. അല്ലാണ്ട് നമ്മൾ ഓടി കയറി ഒന്നുമില്ല. ഇല്ല, കാരണം ഓടിക്കയറി നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ഒരു ആവേശത്തിന് വേണ്ടി ഫസ്റ്റ് ഒരു സൺറൈസ് പോയിന്റ് ഉണ്ട്. അവിടെ എല്ലാവരും ഒരു ആവേശത്തിന് പെട്ടെന്ന്, നമ്മൾ റോഡോ മെൻഷനിൽ താമസിക്കുന്നവരാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ആവേശത്തിന് പെട്ടെന്ന് ഓടിക്കയറി കഴിഞ്ഞാൽ അത് പോയി, പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അന്നേരം നമുക്ക് പറ്റും, പിന്നെ നമുക്ക് ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ കയറിയാൽ മതി. ഇത് ആരെയും ഒരു റേസ് ഒന്നുമല്ല, അത് ഓടി തോപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മീശപ്പുലി മല കയറാൻ പറ്റും. അത്യാവശ്യം ഫിറ്റ് ആയിരിക്കണം കേട്ടോ. അതായത് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കയറാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രായമായവർ എത്രയോ പേര് വന്നിട്ടുണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവർസിന്റെ മുകളിൽ കയറിയിട്ട് എന്നെ അവിടെ കാണാനുള്ളതെന്ന് ചോദിച്ചു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പോന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കയറിയില്ല. നമ്മൾ പല മലകൾ കയറിയിട്ടുണ്ടെങ്കിലും ഇത് സൗത്ത് ഇന്ത്യാസ് എന്താണ് ഹയസ്റ്റ് ട്രെക്കബിൾ സ്പോട്ട് ആണെങ്കിൽ കൂടിയും നമുക്ക് കയറാൻ പറ്റും. കാരണം കുത്തനെയുള്ള കയറ്റമല്ല, കയറ്റം ഇറക്കം കയറ്റം ഇറക്കം കയറ്റം ഇറക്കം അങ്ങനെയാണ്. അപ്പോൾ വലിയൊരു ഹാർഡല്ല പറയാനില്ല, പക്ഷെ കയറാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ആകെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഈ ലാസ്റ്റ് 7ാമത്തെ മല എന്ന് പറയുന്ന മീശപ്പുലി മല കയറുമ്പോൾ ആ ഒരു അവസാനത്തെ ഒരു 20 മീറ്റർ കുറച്ച് കയറ്റമാണ്. അത് കയറ്റത്തിന്റെ മാത്രമല്ല, ഇപ്പൊ മഴ പെയ്തുകൊണ്ട് നല്ല തെന്നലുണ്ട്. അപ്പൊ നമ്മുടെ കാലൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തിയിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ തെന്നി പോവാണ്. കുറെ പേര് വഴുതി, നമ്മുടെ കൂട്ടത്തിലുള്ളവരും വഴുതി. അപ്പൊ അതാണ് ഒരു പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് കാലിന് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. മീശപ്പുലി മലയിൽ ടോപ്പ് എത്തുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ മാത്രമല്ല, ഓരോരോ ആൾക്കാർ ഇവിടെ വന്നിട്ട് അതിന്റെ ഹയസ്റ്റ് പീക്കിലേക്ക് എത്തുമ്പോൾ അവരെ മുഖത്ത് തെളിയുന്ന സന്തോഷം. അതായത് പല പ്രായത്തിലുള്ളവരെ നമ്മളിവിടെ കണ്ടു. ചെറുപ്പക്കാർ, നല്ല പ്രായമുള്ളവർ, അവരെന്തോ അച്ചീവ് ചെയ്ത ഒരു എന്താ പറയാ, ഒരു ഫീലായിരുന്നു അവരുടെ മുഖത്ത്. നമുക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ഒരു ചലഞ്ചല്ലേ സത്യം. ചുമ്മാ എല്ലാരും കയറുന്നില്ലല്ലോ, ഇല്ല, വളരെ കുറച്ച് ആൾക്കാരല്ലേ കയറുന്നുള്ളൂ. അതെ. ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന അവസാനം ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ അല്ല. മീശപ്പുലിമല കയറുന്നത് ആക്ച്വലി നമ്മൾ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എൻഡ്യൂറൻസിൻ്റെ ഒരു ടെസ്റ്റാണ്. നമ്മളെ ശരീരം എത്രമാത്രം നല്ലതാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നല്ലൊരു ബോധ്യം വരും മീശപ്പുലിമല കയറിയാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രായമായവരൊക്കെ കയറുമ്പോൾ നമ്മൾ വഴിയിലൊക്കെ കുറേ പേരെ കണ്ടു, വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന അവർ നമ്മളോട് വെള്ളമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അവരോട് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവർ ഈ പ്രായത്തിലും അവർക്ക് ആ ഒരു വിൽ പവർ എന്ന് പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. കയറുന്നത് ഒരു പ്രശ്നമല്ല എന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് മനസ്സിലാവുക. ഈ കാലേ ചവിട്ടുനട മൊത്തം മഴ പെയ്തിട്ട് തെന്നി പോവുക. മലയിറക്കം ആണ് ഇപ്പോൾ ബുദ്ധിമുട്ടായി ഫീലാവുന്നത്. വലിയ പ്രശ്നമില്ല, പക്ഷെ ആ ഇനീഷ്യൽ ഇറക്കാം കേട്ടോ ഭയങ്കര പാടായിരുന്നു. കണ്ടോ ആൾക്കാർ ഇറങ്ങി വരിക ചെയ്യുന്നത്, ഇരുന്നും കിടന്നൊക്കെ. ഈ മരം കണ്ടോ, ഈ റോഡോഡെൻഡ്രോൺ, ഇതിന് ഏകദേശം 600 വർഷം പ്രായമുണ്ടെന്നാണ് പറയുന്നത്. മീശപ്പുലിമലയിൽ നിന്ന് നമ്മൾ തിരിച്ച് റോഡോ മെൻഷനിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ ഇതാണ് നമ്മൾ ഇറങ്ങുന്ന വഴി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റും. 600 years ഓൾഡാണ് ഈ മരം. ആ ദൂരെ കാണുന്ന മല ഉണ്ടോ, ആ വഴിയാണ് നമ്മൾ മീശപ്പുലിമല കയറി വയ്ക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്നത് വേറെ വഴിക്കാണ്, കയറുന്ന വഴിക്കല്ല കേട്ടോ ഇറങ്ങുന്നത് വേറെ വഴിയാണ്. ഈ ഇറക്കം കുറച്ച് പാടാണ്, കാരണം ഭയങ്കര സ്ലിപ്പറിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ സ്ഥലം ഇതൊന്ന് ചവിട്ടുമ്പോഴേക്ക് സാധനം തെന്നി പോകും. അതാണ് പ്രോബ്ലം.
ഏകദേശം ക്ലിയറായി വരുന്നുണ്ട് നമ്മൾ ഉന്മേഷം. കണ്ടോ, നമ്മൾ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ മേളിൽ ഇപ്പോഴും അതേ കോടമഞ്ഞൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ക്ലിയറായി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വെള്ളം കുടിച്ചില്ലായിരുന്നോ, ആ വെള്ളം വരുന്നതിൻ്റെ അപ്സ്ട്രീം ആട്ടോ ഇത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. എവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, നമ്മളിങ്ങനെ ഇറങ്ങി വരുക. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇനിയും കയറ്റാം കേട്ടോ. ഇതാ അങ്ങോട്ട് കയറണം. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ ഏകദേശം തെളിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കുറേ താഴെ വന്നുകൊണ്ടായിരിക്കാം ആ കോടയൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് ആകാശമൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടോ ആ പീക്കൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. നല്ല ക്ലിയർ വാട്ടർ ഉണ്ടോ, ആ മലയുടെ മേളിൽ നിന്ന് വരുന്നതാ ഉണ്ടോ. എങ്ങനെ കുടിക്കുന്നു വിമലിന്റെ സാഹസികമായ, പക്ഷെ മോളിൽ കൂടി കുടിച്ചോ, ചെടിയൊക്കെ അടിയിൽ നിന്ന് ഇളക്കിയിട്ടാ ചെളി കുടിക്കുന്നു. നമ്മളോട് മേളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഗൈഡ് പറഞ്ഞാൽ നടന്നോ നിങ്ങൾ, താഴത്തൊരു ചെക്ക് ഡാം ഉണ്ട്, അവിടെ എത്തിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ. ഈ കാണുന്നതാണ് ആ ചെക്ക് ഡാം. ഈ ചെക്ക് ഡാമിൻ്റെ ഇവിടുന്ന് ഈ ഒരു വഴിയുണ്ട്, ഇതാണ് ഏലപ്പെട്ടി ട്രക്കിങ്ങിന് പോകുന്ന വഴി. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ്, ചെക്ക് ഡാം ഇറങ്ങിയിട്ട് മീൻസ് മീശപ്പുലിമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് ആണ് റോഡോ മെൻഷനിലോട്ട് പോകേണ്ടത്. നേരെ റൈറ്റ് പോയാൽ ഏലപ്പെട്ടി ട്രക്കിങ്, അതൊരു ഫേമസ് ട്രക്കിംഗ് ആണ്. 11 പേരുടെ എന്തോ ഗ്രൂപ്പ് വേണമെന്നാണ് പറയുന്നത്, എന്നാൽ മാത്രമേ അവരതിന് വിടുള്ളൂ എന്ന്. ചെക്ക് ഡാമിൻ്റെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എനിക്കൊന്ന് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അറ്റാക്ക് ചെയ്താന്ന് തോന്നുന്നുണ്ടോ. ഇഷ്ടംപോലെ ബോൺസിൻ്റെ ഒക്കെ അവശിഷ്ടമുണ്ട്. ചെന്നായാണെന്ന് തോന്നുന്നു, പുലിയാണെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് ചെന്നായാന്നാണ് തോന്നുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല, തലയോട്ടിയും എല്ലുകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നിനും കണ്ടില്ല എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ വന്നത്, പക്ഷെ നിരാശപ്പെടുത്തിയില്ല. റോഡോ മാൻഷന്റെ മുന്നിലെ കാഴ്ച കേട്ടോ ഇത്. നമ്മൾ കയറി വന്ന റോഡോ മാൻഷനിൽ എത്തുമ്പോൾ ഒരു മൃഗങ്ങളെയും കണ്ടില്ല എന്നുള്ള വിഷമത്തിൽ നോക്കുമ്പോൾ അതുകൊണ്ട് വരയാളുകൾ, ഒരു കൂട്ടം വരയാൾ. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, കടല, പൊട്ട്, മുട്ട, പഴം, പിന്നെ കട്ടൻ ചായയുണ്ട്, ചൂടുവെള്ളമുണ്ട്. അങ്ങനെ ഇതും കഴിഞ്ഞല്ലേ. അങ്ങനെ എൻ്റെ യാത്രകൾ ടീമിൻ്റെ മീശപ്പുലിമലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സ്ഥലത്ത് പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ടീം എൻ്റെ യാത്രകൾ.